ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മനുഷ്യത്വമില്ലാത്ത മനുഷ്യന്മാർക്ക് എന്ത് മനുഷ്യന്മാരാണ് ബ്രോ? ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കുകയാണ്, തരാൻ പറ്റുമല്ലോ? എടാ അവസ്ഥ അതാണ്ടാ. ഇല്ലല്ല, മതി 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 എടാ അതാ മതി. ഈ ഞാൻ എന്തൊരു മനുഷ്യനാണ്, ഇത്രയ്ക്ക് ക്രൂരനാണ്. ഹലോ, എന്താ ആ പയ്യൻ എന്തോന്ന് ചോദിച്ചത്? വണ്ടി ഇതെവിടെ? വണ്ടി തരുമെന്ന്. വണ്ടി തരുമെന്നോ? അവൻ എൻ്റെ ഒരു കൊട്ടേഷനാണ്. ഇതല്ലേ അവൻ? ഇതാര്? ഇതല്ലേ അവൻ? രണ്ട് ഇതാര്? ഇതെന്ന് വെച്ചാൽ അവൻ, ഇതാണ് അവൻ. മുത്തു. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടോപ്പ് ക്ലാസ് ക്ലൈൻ്റ് ഉണ്ട്. ആ ക്ലൈൻറ്റിൻ്റെ മകളെ വളച്ച് കുപ്പിയിലാക്കി നടക്കുന്ന പ്ലേ ബോയ് ചെറുകൻ അവനാ. അപ്പൊ എൻ്റെ ക്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഭയങ്കര കോടീശ്വരനാണ്. ചൊറി എന്നല്ലേ, പിന്നെ കോടീശ്വരൻ, എറണാകുളത്ത്. അപ്പൊ എൻ്റെ പറഞ്ഞ്, മിസ്റ്റർ ഫ്രാൻസിസ്, എൻ്റെ മകളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. അഗ്നി ഫ്രാൻസിസ് ഇറങ്ങി അവനെ ഒന്ന് ഒതുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൻ എന്തോന്ന് വന്നു ചോദിച്ചപ്പം അവൻ്റെ അതോ ആൻറ്റിക്ക് ആശുപത്രി പോകണം, വണ്ടി 2 മണിക്കൂറത്തേക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിയല്ല, സ്റ്റാഫിൻ്റെ വണ്ടി. എങ്ങനെ കൊടുക്കണേ? കൊടുത്തു വിടാത്തത്? അതല്ലേ ഞാൻ പറഞ്ഞ, എൻ്റെ വണ്ടിയല്ല സ്റ്റാഫിൻ്റെ ആണെന്ന്. പിന്നെ ഇത് ബ്രേക്ക് ഇല്ല, ഞാൻ എങ്ങനെ അവന് കൊടുത്തു വിടും? എൻ്റെ കർത്താവേ, നീ എനിക്ക് തന്ന ചാൻസ് കൊടുത്തു വിടണം. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊടുത്തു വിട്ട് അവൻ എവിടെയെങ്കിലും പോയി ഇടിച്ചങ്ങ് നിൽക്കണം. അപ്പൊ വണ്ടിക്ക് വല്ല പറ്റിയ ആര് സമാധാനം? വണ്ടിക്ക് പറ്റുന്നതല്ലല്ലോ കാര്യം, അവന് പറ്റണം. എന്നാലല്ലേ എൻ്റെ ക്ലൈൻറ്റിൻ്റെ മുന്നിൽ ഞാൻ അവനെ ഒതുക്കിയെന്ന് പറയാൻ പറ്റുള്ളൂ. ശ്യാം ഒരു കാര്യം ചെയ്യും, നമ്മൾ തമ്മിൽ ജെന്റിൽമാൻ ഡീലിങ്സ് ആണ്. അതത്രേ ഉള്ളൂ. ഇന്നേ വരെ ശ്യാമിന്റെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതി തന്നിട്ടുള്ളതെന്ന് ഞാൻ അറിയാമല്ലോ. എന്തിനാ കടിച്ച ഇവിടെ നിന്ന്. അപ്പോൾ ശ്യാം ഒന്ന് വണ്ടി കൊടുത്തു വിട്, അവന്റെ ശല്യം അങ്ങ് തീരട്ട്. ആ പെങ്കൊച്ചെങ്കിലും രക്ഷപ്പെടട്ടെന്ന്. അങ്ങനെയൊന്നും നോക്കല്ലേ, കൊടുത്ത് വിട്. ചക്കരക്കുട്ട ചെന്നിട്ട് അവൻ്റെ പറ വണ്ടി തരാമെന്ന് പറ. 2500 രൂപ ശ്യാമിനുള്ളതാണ്. ഒരു പാട്ട് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും. വേറെ പാട്ടൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നും വരില്ലല്ലോ. ഒരു കുഴപ്പമില്ലെന്ന്, ഒരു ശല്യമില്ല. അവന്റെ ശല്യം അങ്ങ് തീർന്നാൽ മതി. കമ്പനിക്ക് വേണ്ടി പാട്ട് ഞാൻ ചെയ്ത് തരും. നിങ്ങൾ എന്തോ അവിടെ നിന്ന് എന്തിനാ പുല്ലായതാണ്. എന്തായാലും പോവാ, കൊണ്ടുകൊടു. ഞാൻ ഇവിടെ കാണുവേ, ചെന്ന് കയറി കൊടുക്കട്ടെ. അതെ, ഇന്നത്തോടെ അവന്റെ ശല്യം ഒന്ന് തീർത്ത് തന്നാൽ മതിയായിരുന്നു. അളയാ, നിനക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ? എടാ നീ കൊണ്ടുപോയിക്കോ. ശരിക്കും? എടാ കൊണ്ടുപോയിക്കോടാ, കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സങ്കടം. പിന്നെ ഫ്രാൻസിസും കൂടെ പറഞ്ഞോണ്ടേ. ഫ്രാൻസിസ് അല്ല, ഫ്രാൻസിസ് പുള്ളിയാണ് ദൈവവിളി. പെട്ടെന്ന് ദൈവവിളിയൊക്കെ വന്ന് നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോട് നീ കൊണ്ടുപോയിട്ടോ അളിയാ. താങ്ക് യു അളിയാ. എൻ്റെ ബേബിയുടെ ഫ്രണ്ടിൽ വില കാത്തല്ലോ. ബേബി അല്ല, ആന്റിയുടെ ഫ്രണ്ടിൽ വില കാത്ത. ആന്റി പെട്ടെന്ന് രക്ഷപ്പെടുത്താം. താങ്ക് യു. താങ്ക് യു.